പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആധാറും വോട്ടർ ഐഡിയും എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി ആദ്യം വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം ലിങ്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും വോട്ടേഴ്സ് ആപ്പ് ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഈ ഒരു രീതിയിലായിരിക്കും ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുക. അത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ ആയിരിക്കണം. ഇതേപോലെയുള്ള മറ്റൊരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ ആയിരിക്കണം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും. ലിങ്കിങ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാവുന്നതുമാണ്. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരിക. വോട്ടർ ഹെൽപ്പ് ലൈൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയി വരും. ഇതിൽ ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇംഗ്ലീഷ് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. മലയാളം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൽ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ടോറൽ ഓതൻറ്റിക്കേഷൻ ഫോം 6B എന്നുള്ള രീതിയിൽ ഒരു ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മളിതൊന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് OTP ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ OTP നമ്മുടെ ഫോണിലേക്ക് വരുത്തിയിട്ടുണ്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുന്നു. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ഇമെയിൽ നിർബന്ധമില്ല. തുടർന്ന് ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് 6 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു ക്യാപിറ്റൽ ലെറ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ഒരു നമ്പറും ഉണ്ടായിരിക്കണം. ആ പാസ്വേഡ് ഒരു വട്ടം കൂടി കൊടുക്കണം കൺഫേം ചെയ്യുന്നതിന് വേണ്ടി. പാസ്വേഡ് രണ്ടാമത്തെ വട്ടം കൂടി എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിങ്കിങ് പ്രോസസ്സിലേക്ക് കടക്കുന്നേ ഉള്ളൂ. പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. തുടർന്ന് നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി വരും. നമുക്ക് ലഭിച്ച OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ നേരത്തെ നിർമ്മിച്ച ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTPയും പാസ്വേഡും എൻ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ആയിക്കഴിഞ്ഞു. ഇനി ഇതിൽ വീണ്ടും ഇലക്ടോറൽ ഓതൻറ്റിക്കേഷൻ ഫോം 6B എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു മെസ്സേജ് വരും. അതിൽ ലെറ്റസ് സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലെറ്റസ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു ഓൾറെഡി ഹാവ് വോട്ടർ ID നമ്പർ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് ഐ ഹാവ് വോട്ടർ ID നമ്പർ എന്നുള്ളത് കൊടുക്കുക. അതാണ് ഡീഫോൾട്ടായിട്ട് വരിക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വോട്ടർ ID നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. വോട്ടർ ID നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫെച്ച് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വി ഹാവ് ഫൗണ്ട് ദിസ് റെക്കോർഡ് ഫോർ യുവർ എൻ്റർ വോട്ടർ ID പ്ലീസ് ക്ലിക്ക് ഓൺ പ്രൊസീഡ് ബട്ടൺ എന്ന് കാണിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ റെക്കോർഡ് അല്ലെങ്കിൽ നമ്മുടെ ഫയൽ ആപ്ലിക്കേഷൻ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രൊസീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. വോട്ടർ IDയിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല.
അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ആധാർ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്യാനുണ്ട്. അത് നിർബന്ധമില്ല. ഇമെയിൽ ID നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇമെയിൽ IDയുടെ താഴെ നമ്മുടെ സ്ഥലം പ്ലേസ് എൻ്റർ ചെയ്യാനുണ്ട്. പ്ലേസ് നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യണം. പ്ലേസ് എന്നാൽ നമ്മൾ എവിടുന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ IDയിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം, ഏതായാലും കുഴപ്പമില്ല. പ്ലേസ് അവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫോം 6Bയുടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. അതായത് ഡീറ്റെയിൽസ്, നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് പ്രിവ്യൂ ആയിട്ട് മുഴുവൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മുഴുവൻ വായിച്ച് നോക്കിയതിന് ശേഷം കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ഐ ഡി നമുക്കിവിടെ ലഭിക്കും. ഈ റെഫറൻസ് ID സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടോ നമുക്ക് സൂക്ഷിക്കാം. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഈ റെഫറൻസ് ID ആവശ്യമായി വരും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആധാറും വോട്ടർ IDയും ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ആധാറും വോട്ടർ IDയും ലിങ്ക് ചെയ്യാം എന്നുള്ളതും, ചില വോട്ടർ ID എൻ്റർ ചെയ്യുമ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നുള്ള രീതിയിലാണ് മൊബൈലിൽ എൻ്റർ ചെയ്യുമ്പോൾ കാണിക്കുക. അതായത് ചില KL സീരീസിലുള്ള വോട്ടർ IDകൾ അത് എക്സ്പയർ ആയതുകൊണ്ടാണ്. അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെയും വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.